പുതിയൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ ടെസ്റ്റുകളിലും പരീക്ഷകളിലും വിജയിക്കുന്നതായിരിക്കും. സ്നേഹശീലം, ഉത്തരവാദിത്വബോധം എന്നിവ പ്രകടിപ്പിക്കും. മത്സര വിജയവും അതുപോലെ തന്നെ അധികാരപ്രയോഗവും സാധ്യമാവുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിലിൽ മേന്മകൾ വന്നു ചേരും. പൊതുരംഗത്ത് നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഈശ്വരപ്രീതികരങ്ങളായ കാര്യങ്ങൾ അനുഷ്ഠിക്കും. മേലധികാരികളോട് ബഹുമാനം കാണിക്കും. ബിസിനസ്സിൽ നിന്നും നേട്ടമുണ്ടാക്കുവാൻ കഴിയും. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കും. അനുകൂലമായ വിവാഹബന്ധം വന്നുചേരും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പ്രവർത്തന ശൈലികളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. ധനത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. തൊഴിൽ മുഖേന നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തത് മകയിര നക്ഷത്രമാണ്. മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കും. ആരോഗ്യപരിപാലനം, കലാബോധം, സംഗീത താല്പര്യം എന്നിവയൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകും. എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക മാന്ദ്യം മാറിക്കിട്ടും. അനുകൂലമായ സ്ഥലം മാറ്റം വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സ്വജനവിരോധവും അപമാനവും മനക്ലേശവും പരിശ്രമങ്ങൾക്ക് തടസ്സങ്ങളും നേരിടുന്നതായിരിക്കും. സ്ത്രീകളുമായി കലഹത്തിന് നിൽക്കരുത്. ലഹരികളോട് താല്പര്യം വർദ്ധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. കടബാധ്യത വർദ്ധിക്കുവാനും ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാനുമുള്ള ഇടയുണ്ട്. പരാജയഭീതി ഉണ്ടാകാം. യാത്രയിൽ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരാം. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ പ്രയാസപ്പെടും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്നതാണ്. വ്യവസായ തർക്കങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ആത്മീയതയും ദൈവാധീനവും കുറവായിരിക്കും. എതിർപ്പുകളെ നേരിടേണ്ടി വരും. ദുർവാശി ഒഴിവാക്കുക. അടുത്തത് മകം നക്ഷത്രമാണ്. സ്വന്തം ഭവനം വിട്ട് താമസിക്കുവാൻ ഇടവരും. കൂട്ടുകെട്ടോ കൊടുക്കൽ വാങ്ങലോ പാടില്ല. ശത്രുവർദ്ധനവും അനിയന്ത്രിതമായ ചെലവുകളും ഉണ്ടാകാം. പ്രതികൂലമായ പരിസ്ഥിതികൾ വന്നു ചേരാം. അടുത്തത് പൂരം നക്ഷത്രമാണ്. വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകാതെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കുഴപ്പങ്ങൾ വരുത്തിവെക്കും. അപായപ്പെടുത്തുവാൻ മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത ഉത്തര നക്ഷത്രമാണ്. ധനം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്നും ധനലാഭം ഉണ്ടാകാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യം കാണിക്കും. ശാരീരികമായ സുഖമുണ്ടാകും. ജീവിതത്തിൽ വഴിവിട്ടു പോകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അത്തം നക്ഷത്രമാണ്. തൊഴിൽ ലാഭം ഉണ്ടാകും. അതുപോലെ തന്നേക്കാൾ അറിവ് കുറഞ്ഞവർക്ക് പോലും മാർഗദർശിനിയാകും. എല്ലായ്പ്പോഴും ഉല്ലാസവാനായി കാണപ്പെടും. തികഞ്ഞ ബുദ്ധി പ്രകടിപ്പിക്കുന്നതായിരിക്കും ഇന്നേ ദിവസം. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. കലാകാരന്മാർക്ക് അനുകൂലമായ ദിവസം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലം. വിദേശത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കുവാനിടവരും. ഉദ്യോഗത്തിൽ നിന്നും വരുമാനം കൂടും. സ്വന്തം പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടും. ജോലിക്കായി കാത്തിരുന്നവർക്ക് സമയം അനുകൂലം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. നേതൃഗുണം ഉണ്ടാകും. ലളിതകലകളിലും സാഹിത്യത്തിലും കഴിവ് തെളിയിക്കും. കലാകാരന്മാർക്ക് മികച്ച സമയം. സ്ത്രീകൾ മൂലം ഗുണം ഉണ്ടാകും. ബന്ധുക്കൾ സ്നേഹത്തോടുകൂടി പെരുമാറും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ജനപ്രീതിയും വിശേഷാഭരണ വസ്ത്രലാഭവും. ഉദ്യോഗസ്ഥന്മാർക്ക് സർവകാര്യ വിജയവും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടവും. ധനപരമായി നല്ല ദിവസവുമായിരിക്കും ഇന്നത്തേത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനാകും. സന്താന വർധനവിന് സാധ്യത. സർക്കാർ ജീവനക്കാർക്ക് ധനലാഭം, ആകർഷകത്വം, സത്യസന്ധത, ഈശ്വരാധീനം എന്നിവ ഉണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ലോക ബഹുമാനവും സ്ഥാനമാനാദിലാഭവും ദാമ്പത്യ സൗഖ്യവും വന്നു ചേരും. അന്യദേശവാസം ഗുണം ചെയ്യും. തൊഴിലിൽ അധികാരപ്രാപ്തി ഉണ്ടാകും. വശ്യമായ സംസാരം, രോഗശാന്തി എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് കാര്യവിജയം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം. സുഹൃത്തുക്കളെ സഹായിക്കുവാനാകും. എന്നാൽ വാക്ക് പാലിക്കുവാൻ സാധിക്കുകയില്ല. ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാകും.
അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം അപഖ്യാതി കേൾക്കുവാനിടയുണ്ട്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടേക്കാം. വ്യവഹാര പരാജയം കാണുന്നു. കലഹം, ദേഷ്യം എന്നിവ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരും. വീട് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. രോഗങ്ങൾ കാരണം പൂർത്തിമുട്ടുന്നതായിരിക്കും. സ്വന്തം മണ്ടത്തരങ്ങൾ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഇരിക്കുന്ന സ്വഭാവം എന്നിവയൊക്കെ ഇന്ന് പ്രകടമാക്കും. കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും. മറ്റുള്ളവരുടെ സ്വകാര്യ രഹസ്യങ്ങൾ അവർ നിങ്ങളുമായി പങ്കിട്ടത് നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ച് പരസ്യമാക്കുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. കച്ചവടത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. കരുതലോടുകൂടി പ്രവർത്തിക്കണം. തീരുമാനങ്ങൾ കൂടെ മാറ്റുന്നതിന് യാതൊരു മടിയും ഇന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കുകയില്ല. സംഗതികളൊക്കെ പ്രായോഗികമാക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടും. ശത്രുദോഷമുണ്ടാകും. പലതും നഷ്ടത്തിൽ കലാശിക്കും. അടുത്ത ചതയ നക്ഷത്രമാണ്. സുഖാനുഭവങ്ങൾ വന്നു ചേരും. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. ഉദ്യോഗത്തിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കും. കൂടാതെ തന്നെ സുഖാനുഭവങ്ങൾ വന്നു ചേരും. ഉയർച്ചയും പുത്തനുണർവും ഉണ്ടാകും. മാതാവിൽ നിന്നും ഗുണം ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പൂരൂരുട്ട നക്ഷത്രമാണ്. കർമ്മരംഗം ഉഷാറാകുന്നതായിരിക്കും. ബന്ധുബലം വർദ്ധിക്കും. ദാമ്പത്യത്തിൽ സുഖം അനുഭവത്തിൽ വരും. ആഗ്രഹങ്ങൾ സഫലമാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. സൽസന്താനയോഗം ഉണ്ടാകും. സ്നേഹബന്ധങ്ങൾക്ക് പുതുതായി തുടക്കം കുറിക്കും. അതായത് പ്രണയബന്ധങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വന്നു ചേരും. ഇതുവരെ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. കലാരംഗത്ത് പുതിയ കൂടിച്ചേരലുകൾ ഉണ്ടാകും. അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കുടുംബപരമായ ബാധ്യതകളും മറ്റും തീർക്കുവാൻ ആവുന്നതാണ്. അവസാനമായി രേവതി നക്ഷത്രമാണ്. പ്രണയത്തിന് കുടുംബത്തിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. ദാനകർമ്മങ്ങൾ നടത്തും. ഉല്ലാസവാനായി കാണപ്പെടുന്നതായിരിക്കും. നല്ല ശുഭാപ്തി വിശ്വാസം കാണിക്കും. സരസമായി സംസാരിക്കുവാൻ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ആരോഗ്യവും തൃപ്തികരമായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.